വെൽക്കം ബാക്ക് ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇന്നലെ നമ്മൾ വൈക്ക് ഓഫ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഓക്കെ ഫൈൻ, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ പ്രോബിലിറ്റി ഉണ്ട്, ഒരു ജാക്ക്പോട്ട് ട്രേഡ് തന്നെ ആകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പിൽ വന്നു, നമ്മൾ സന്തോഷിച്ചു ആദ്യമേ ഒന്ന് മാർക്കറ്റാ ഓക്കെ ഫൈൻ, മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, ഇത് വൈക്ക് ഓഫ് ആണ് എന്ന എക്സ്പെക്ടേഷനില്ല നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുകയും അത് നേരെ വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ നിങ്ങൾക്കറിയാം, നിഫ്റ്റിയില് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത് 20 പോയിന്റ്സ് മാക്സിമം, ഫിൻ നിഫ്റ്റിയില് 20 പോയിന്റ്സ് മാക്സിമം, ആൻഡ് നിഫ്റ്റി ബാങ്കില് 40 പോയിന്റ്സ് ടു 50 പോയിന്റ്സ്. ഇതാണ് നമ്മുടെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മിനിമം സ്റ്റോപ്പ് ലോസ് മാത്രമേ നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു ഹ്യൂജ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:6 1:5 ഒക്കെ തന്നെ ആയിരുന്നു. നമുക്കൊന്ന് നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് സെഷൻ ഓൾമോസ്റ്റ് ലൈക്ക് മാർക്കറ്റ് ഈ ഒരു രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തു. നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം, ലൈക്ക് ബുള്ളിഷ് മൂവ്മെന്റിലോട്ട് നോക്കാം എന്ന എക്സ്പെക്ടേഷനിൽ നമ്മൾ നിൽക്കുകയായിരുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? മാർക്കറ്റ് നേരെ തിരിച്ചു വരികയും സ്റ്റോപ്പ് ലോസ് ഈ ഒരു സെറ്റൽ ലെവൽ നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്ത ടൈമിലും നമ്മൾ പിന്നെ വിചാരിച്ചു ഓക്കെ ഫൈൻ, മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അവിടെയും നമുക്ക് ആ ഒരു റിസൾട്ട് ജനറേറ്റ് ആയിട്ടില്ലായിരുന്നു. ബട്ട് എന്നാൽ ഇവിടെ ഈ ഒരു ജാക്ക്പോട്ട് ട്രേഡ് തന്നെ ഹിയർ ഓൾമോസ്റ്റ് എത്ര മണിക്കാണ് എടുത്തത്? 12:45 നേരെ പോയിട്ട് നമ്മുടെ ലൈവ് സെഷനിൽ പോയി കാണുക. 12:45 ഈ ഒരു ട്രേഡ് എടുക്കുകയും അപ്പോൾ കുറെ അധികം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കുറെ അധികം നമ്മളുടെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവർ, പല ലൈക്ക് യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് അല്ലെ, പറയുന്നുണ്ടായിരുന്നു മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അതെല്ലാം നിങ്ങളുടെ ഇൻഡിവിജ്വൽ വ്യൂ ആണ്. പക്ഷെ എനിക്കപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം മാത്രമായിരുന്നു, അതായത് എനിക്കറിയില്ല, ബട്ട് പ്രൈസ് ആക്ഷൻ പറയുന്നത് താഴത്തേക്ക് പോകാൻ പോവുകയാണ് എന്നൊരു വ്യൂവിലും ഡെഫിനറ്റ്ലി അവർ പറഞ്ഞതിന് റീസൺ ഉണ്ട്. അവിടുന്ന് മാർക്കറ്റ് തിരിയാൻ തക്കതായിട്ടുള്ള നല്ലൊരു മേജർ സപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അവിടുന്ന് ട്രേഡ് എടുക്കുകയും നമ്മൾ അവിടുന്ന് ഒരുമിച്ച് ട്രേഡ് എടുക്കുകയും അല്ലെ, പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സിലുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് ട്രേഡ് എടുക്കുകയും അവിടുന്ന് നല്ലൊരു ഹ്യൂജ് റാലി ക്യാച്ച് ചെയ്യാൻ പറ്റി. റിസ്ക് റിവാർഡ് കണ്ടോ? 1:5.96. വൈകുന്നേരം വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അതും എക്സാക്ട് പോയിന്റിൽ നിന്ന് 130 നിന്ന് എൻട്രി 30 നിന്ന് എൻട്രി എടുത്തിട്ട് നേരെ പോയത് 90 അപ്പൊ എക്സിറ്റ് പറഞ്ഞു. ബട്ട് 95 ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് 90 ആയപ്പോഴത്തേക്ക് നമ്മൾ എക്സാക്ട്ലി എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ലൈവ് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരുന്നതായിരിക്കും. ഇന്നത്തെ ലൈവ് ആഫ്റ്റർനൂൺ സെഷൻ 12 ആഫ്റ്റർനൂൺ ഒബ്വിയസ്ലി ലോസസും നിങ്ങൾ കാണണം, ഐഡന്റിഫൈ ചെയ്യണം, അവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തെടുക്കുക. ഇവിടെ മാർക്കറ്റ് റിവേഴ്സിൽ നടക്കാനായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഫൈനലി പ്ലാൻ ചെയ്ത് എന്താണെന്ന് അറിയുമോ? അതായത് ഇതുപോലത്തെ ഉള്ള ഒരു റിവേഴ്സൽ വരുന്ന സ്ഥലത്ത് നോൺ ഡയറക്ഷണൽ ട്രേഡ്സ് ആയിട്ടുള്ള സ്ട്രാങ്കിളോ സ്റ്റാർട്ടിലോ യൂസ് ചെയ്തിട്ട് നമുക്ക് പൊസിഷൻ ഹെഡ്ജ് ചെയ്താലോ എന്ന് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സ് ബി റെഡി. നമുക്ക് കുറെ അധികം കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് നേടാനായിട്ടുണ്ട്, അറിവ് നേടാനായിട്ടുണ്ട്, ആൻഡ് ഓൾസോ നമുക്ക് മണിയും ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡെഫിനറ്റ്ലി അല്ലെ. സോ ഇതായിരുന്നു നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന മൂവ്മെന്റ്. സോ നിഫ്റ്റി ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് അല്ലെ. സോ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ആ ഒരു ടൈം 12:30 ആയപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വന്നുകയും ആൻഡ് അവിടുന്ന് കിട്ടിയ ആ ഒരു മൊമെന്റത്തിന്റെ ബേസിസിൽ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു. ഇതിന് മുകളിൽ എപ്പോഴാണോ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ക്ലോസ് ആയില്ല. നല്ല ഫൈറ്റ് നടന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഇവിടെ സംതിങ് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് നേരെ ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് നല്ലൊരു മൊമെന്റം കിട്ടാൻ പ്രോബിലിറ്റി ഉണ്ടെന്നുള്ളത്. അത് ഇവിടുന്ന് ക്യാച്ച് ചെയ്തു. 1:3.52 ആയിരുന്നു. എന്നാൽ ഒരു ഹൗ മച്ച് കുറച്ച് പോയിന്റ്സ് കൂടെ, ഒരു 20 പോയിന്റ്സ് കൂടെ താഴത്തേക്ക് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ബാങ്കിലും പ്രോഫിറ്റബിൾ ആയിരുന്നു. വാട്ട് അബൌട്ട് ഫിൻ നിഫ്റ്റി? ഫിൻ നിഫ്റ്റിയും ഈ ഒരു സെർട്ടൻ റീജിയൻ, ബട്ട് അത് ഇച്ചിരി ടൈം ലേറ്റ് ആണ്, 1 മണിയായി. കാരണം റീട്രേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻഡിൽ കൺഫർമേഷന്റെ ബേസിസിലും EMA ബേസിസിലും BB ബേസിസിലും ആൻഡ് ഓൾസോ കുറച്ചധികം കൺവെൻഷൻസ് ആയിട്ടുള്ള ഏറ്റവും ലൈക്ക് കിങ് ഓഫ് ഓൾ റൈറ്റ് പ്രൈസ് ആക്ഷന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ഇച്ചിരി ടൈം ഉണ്ടായിരുന്നു, സുഖമായിട്ട് ഇത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തേനെ. ഇവിടെ തന്നെ നമുക്ക് 1:3 ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് തന്നെ 1:3.69 ആയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ തന്നെ.
ട്രേഡ്സ് അല്ല, ട്രേഡ്സ് ഒക്കെ പ്രീമിയം ഗ്രൂപ്പിലാണ്. പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നേരെ താഴെ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് 1000 rupees മാത്രമാണ് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ചാർജ് വരുന്നത്. നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി 3 ട്രേഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് ബേസ്. മിനിമം ഒരു 3 ട്രേഡ്സ് നിങ്ങൾക്ക് കാണും. അനാവശ്യമായിട്ട് കുറെ അധികം ട്രേഡ്സ് കാണത്തില്ല. ആൻഡ് ഓൾസോ അത് എടുക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആ ഒരു കോഴ്സ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നേരെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കൂടെ കമ്പൽസറി ആയിട്ട് കാണുക. എങ്ങനെയാണ് നമ്മളെ ബേസിസിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതും അത് അനുസരിച്ച് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 10 to 15% പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ. നമുക്ക് ഇനി ഗ്ലോബൽ മാർക്കറ്റിലോട്ടൊന്ന് പോയി നോക്കാം. ഡൗ ജോൺസ് റൈറ്റ്, സീ ഹിയർ ഡൗ ജോൺസ് നല്ലൊരു ഹ്യൂജ് ഫോൾ വന്നിട്ട് തിരിച്ചു വന്ന് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. ഈ ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. സോ ഇപ്പോഴും ഗ്ലോബൽ മാർക്കറ്റ് അല്ലെ ഡൗ ജോൺസ് സ്റ്റിൽ ഇപ്പോഴും ബെയറിഷിലാണ് നിൽക്കുന്നത്. ലോവർ ഹൈ, ലോവർ ഹൈ ആണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ലോവർ ഹൈ ജനറേറ്റ് ചെയ്ത സ്ഥലത്ത് കൺസോൾട്ടേഷൻ ആകാം, ഇല്ലെങ്കിൽ ബെയറിഷ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺസ് ആകാം, എന്ത് തന്നെ വേണമെങ്കിലും ആകാം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബെയറിഷ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ഓർ കൺസോളിഡേഷൻ നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഡൗ തിയറിയും പ്രൈസ് ആക്ഷനോടെ ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ ലെവൽസിലെ മേജർ പോയിന്റ് ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ ഗ്ലോബൽ മാർക്കറ്റ്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ടോട്ടലി നമുക്ക് ഇപ്പോൾ ബെയറിഷിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സെഷൻ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിലേക്ക് നേരെ ജമ്പ് ചെയ്യാവുന്നതാണ് പ്രീ മാർക്കറ്റ് അനാലിസിസ്. നമ്മളിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മള് മാർക്കറ്റ് തിരിച്ച് ബേസ് നല്ല രീതിയിൽ സ്ട്രോങ്ലി മാർക്കറ്റിനെ ഡൊമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നാളെ മാർക്കറ്റ് ഒരു ബെയറിഷ് ആകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളതിൽ ബുള്ളിഷ് ഫീലോട്ട് നമ്മൾ കറന്റ് നിൽക്കുന്നില്ല. മൈറ്റ് ബി ഇന്നൊരു ലോവർ ലോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലോവർ ഹൈ ജനറേറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു പുഷ് തരുമായിരിക്കാം. ചിലപ്പോൾ ഗ്യാപ്പ് അപ്പിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആകുന്നത്. എല്ലാം നിങ്ങൾ കോഷ്യസ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ഇന്ന് നമുക്ക് എന്തായിരുന്നു, ഒരു കൺഫർമേഷൻ ഇല്ലായിരുന്നു ട്രെൻഡിന്. ഒരു റിവേഴ്സിൽ നടക്കാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലത്തായിരുന്നു മാർക്കറ്റ് നിന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്നാൽ ഇനിയും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബെയറിഷ് ട്രേഡിൽ കൺഫേം ചെയ്ത് വെക്കുക. ബെയറിഷിലോട്ട് മാത്രം ട്രേഡ് എടുക്കുക. കുറെ അധികം ആൾക്കാർ ചാടിക്കറി അനാവശ്യമായിട്ട് സിക്സ് ആയിക്കാട്ട് ബെയറിഷിലോട്ട് പോകുമ്പോഴത്തേക്ക് മാർക്കറ്റ് വീണോണ്ടിരിക്കുമ്പോഴത്തേക്ക് സി ബൈ ചെയ്യാനായിട്ട് നോക്കും. ദയവ് ചെയ്ത് അതിന് പോകാതിരിക്കുക. നിങ്ങൾക്ക് അത് ചിലപ്പോഴൊക്കെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ തന്നെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ലോസസ് അല്ലായിരുന്നു വന്നിട്ടുള്ളത്. ഫൈനലി ലോസസിലല്ല വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മളെ ഒരു പ്രൊഫഷണൽ ട്രേഡിലോട്ട് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. നമ്മൾ വിചാരിക്കും വലിയ എന്തോ സംഭവം ഉണ്ട് അതിനാണ് ചെയ്യേണ്ടത്. അല്ല, ഒരിക്കലും അല്ല. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഇതുപോലത്തെ. അതൊക്കെ ഒന്ന് ശരിയാക്കി നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചേഞ്ച് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഒരു ഏറ്റവും കൂടുതൽ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് പ്ലീസ്. സോ ദാറ്റ് ഞാൻ അതിനുള്ള സൊല്യൂഷൻസ് ഓരോ പ്രീ മാർക്കറ്റിലും ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഫൈൻ. സോ നമുക്ക് നേരെ ചാർട്ട്സിലോട്ടൊന്ന് പോയി നോക്കാവുന്നതാണ്. എന്താണ് എങ്ങനെ ആയിരിക്കാം മാർക്കറ്റ് നാളെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഉള്ളത് എന്നത്. സിയോ, നമ്മൾ നാളെ ബുള്ളി സൈഡിലോട്ട് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഫൈൻ. നമുക്ക് ഈ ഒരു സർട്ടൻ ലെവലിന് താഴെ മാർക്കറ്റ് വരികയാണ്. അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു സോൺ കീപ്പ് ചെയ്യാം. അതായത് ഇറ്റ്സ് ജസ്റ്റ് ഈ ഒരു സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് 19,423 to 19,432 വരെ വരാനായിട്ടൊരു പ്രോബിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാലോ നേരെ 19,326 വരെ വരാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. ബെയറിഷ് സൈഡിലോട്ട് ബുള്ളി സൈഡിലോട്ട് എടുക്കുന്നില്ല. ചിലപ്പോൾ മാർക്കറ്റ് ചെറിയൊരു കയറ്റം കൂടെ കയറിയിട്ടായിരിക്കും തിരിച്ച് റീട്രേസ്മെന്റ് തരുന്നത്. പല രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകാം. ഫ്ലാറ്റ് ആണെങ്കിൽ കണ്ടിന്യൂസ് നോക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക. ഈ ഒരു സെർട്ടൻ ലെവൽ, അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് നാളെ. ഫൈൻ. സോ ഞാൻ ജസ്റ്റ് ലൈക്ക് ഈ ഒരു സെർട്ടൻ ലെവൽസിൽ നമുക്ക് നാളെ ട്രേഡ് എടുക്കാവുന്നതാണ്. ഈ ചാർട്ട് നേരെ നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇനിയിപ്പോൾ, അല്ലെ? ഇതിന്റെ ആവശ്യമില്ല. ഇത് ഞാൻ റിമൂവ് ചെയ്തേക്കുവാണ് കാരണം നമ്മൾ ബെയർ സൈഡിലോട്ടേ നോക്കുന്നുള്ളൂ. ബുള്ളി സൈഡിലോട്ട് നാളെ നമ്മൾ നോക്കുന്നില്ല. ഓക്കെ അല്ലേ? ഫൈൻ. സ്മൂത്ത് ആയിട്ട് ഇവിടെ എത്ര 1:4, ഇവിടെ എത്രയാണ് 1:5.96, ലെറ്റ്സ് സേ 1:6 എന്ന് തന്നെ. അതോ 5.96 മാത്രം മതിയോ? ഇത്ര എക്സ്ട്രാordinary നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. ട്രസ്റ്റ് ചെയ്യുക, ബിലീവ് ചെയ്യുക, നിങ്ങളെ തന്നെ വിശ്വസിക്കുക, വെയിറ്റ് ചെയ്തിരിക്കുക, പേഷ്യൻസ്. ഇന്ന് കുറെ അധികം കാര്യങ്ങൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Make use of all those knowledge, right?
സോ നിഫ്റ്റി ബാങ്കിൽ നമുക്ക് നോക്കട്ടെ. നിഫ്റ്റി ബാങ്കിൽ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. നമുക്ക് ബെയറിഷ് വ്യൂ ആണുള്ളത് കറന്റ്. നമുക്ക് അതിലോട്ട് ബുള്ളിഷ് വ്യൂ ഇല്ലതാനും. സോ ഇന്നത്തെ ലോ ഇല്ലെങ്കിൽ പ്രീവിയസ് ലോ ആയിട്ടുള്ള 44,000 ലെറ്റ്സ് സേ 44,108 ഇല്ലെങ്കിൽ 44,200 ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബെയറിഷ് സൈഡിലോട്ട് നോക്കാവുന്നതാണ്. ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 44,400 ഉണ്ട്, സോറി 44,000 ഉണ്ട്. അതായത് അറൌണ്ട് ലൈക്ക് ഒരു 250 പോയിന്റ്സ് സ്പോട്ടിൽ മാറാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. ഇതാണ് നമ്മളുടെ നാളത്തെ വ്യൂ ഫോർ നിഫ്റ്റി ബാങ്ക്. വേറൊന്നുമല്ല, ഇന്നലത്തെ ലോയ്ക്ക് താഴെ 44,200 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾ ബെയറിഷ് സൈഡിലോട്ട് ട്രേഡ് എടുക്കും. ടാർഗറ്റ് എന്ന് പറയുന്നത് 44,000 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് 43,885 ആയിരിക്കും നമ്മളുടെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നിഫ്റ്റി ബാങ്കിലുള്ളത്. വാട്ട് അബൌട്ട് നിഫ്റ്റി ഫിൻ അല്ലെങ്കിൽ ഫിൻ നിഫ്റ്റി? വേറൊന്നുമില്ല, ഇത് നമ്മൾ ലൈക്ക് നമ്മളുടെ സെഷൻസ് എടുത്ത കാര്യങ്ങളാണ്. സോ നമ്മൾ വേറൊന്നുമല്ല, 19,600 താഴെ മാർക്കറ്റ് നാളെ വരികയാണെങ്കിൽ, വരുന്നത് എപ്പോഴാണോ ആ ടൈമിൽ നമ്മൾ ഷോർട്ട് ചെയ്യുകയും, അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. ആസ് എ ബയർ ആയതുകൊണ്ട് നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. സെല്ലർ ആണെങ്കിൽ കോൾ ഓപ്ഷൻ നമുക്ക് സെല് ചെയ്യാവുന്നതാണ്. വരികയും നമ്മൾ മാർക്കറ്റ് നേരെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 90,560 ടു ക്ലോസ് 40 പോയിന്റ്സ് എനിക്കറിയാം. ബട്ട് എന്നാൽ പോസിറ്റീവ് കോറിലേഷന്റെ ബേസിസിൽ മറ്റേതും ലൈക്ക് ബാക്കിയുള്ള ഇൻഡീസസുകൾ വീഴുകയാണെങ്കിൽ അതിന്റെ കൂടെ ഫിൻ നിഫ്റ്റി വീഴുകയും 19,490 വരെ മാർക്കറ്റ് താഴത്തേക്ക് വരാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഇതിന്റെ ചാർട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. പ്രീമിയം സെഷൻസ് ഇല്ലെങ്കിൽ പ്രീമിയം ഗ്രൂപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതല്ല, മെമ്പർഷിപ്പ് എടുക്കാവുന്നത് തന്നെയാണ്, കുഴപ്പമൊന്നും തന്നെ ഇല്ല. ബട്ട് എന്നാൽ അതിലെ റൂൾസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അനാവശ്യമായിട്ട് നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി എനിക്കറിയാം ലൈക്ക് എല്ലാവരും കാണണമെന്നില്ല. ബട്ട് എന്നാൽ പ്രീമിയം ഗ്രൂപ്പിലുള്ളവര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട പ്രോസസ് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. നിഫ്റ്റി നിങ്ങളുടെ പലവരുടെ ഗ്രീൻ ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങളെ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു ട്രേഡർ ആണോ അല്ലേ എന്നുള്ളത്. നിങ്ങളുടെ ഡിസിപ്ലിൻ ആണ് നിങ്ങളെ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക്. നമ്മൾ എത്രത്തോളം ഡിസിപ്ലിൻ ആണ് മാർക്കറ്റിൽ എന്നുള്ളതാണ് നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക്. നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡർ ആണോ ഇല്ലെങ്കിൽ ഒരു അമച്വർ ട്രേഡർ ആണോ എന്നുള്ളത്. സോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ കുറേയധികം കാര്യങ്ങൾ, ലൈക്ക് ലിസ്റ്റുകൾ, ചെക്ക് ലിസ്റ്റുകൾ, നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ട്രേഡുകൾ ബെറ്റർ ആകാനായിട്ട്. സോ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് പ്ലീസ്, എന്ത് പ്രശ്നമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് ഓൾസോ നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടോ, അത് മാത്രമല്ല എങ്ങനെയുണ്ട് നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് എന്ന് എല്ലാവരും ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമായിരിക്കും ഇത് എടുക്കുന്നത്. ബട്ട് ദാറ്റ് മീൻസ് എ ലോട്ട് ടു അസ്. ഡെഫിനറ്റ്ലി അത് കാരണം നമ്മൾ ഇത്രയും എഫോർട്ട് ഇട്ട് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾ തന്നെ അത് കമന്റിൽ അറിയിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു 1 to 2 seconds 3 5 seconds 10 സെക്കൻഡ് ആയിക്കോട്ടെ നമുക്ക് വേണ്ടി സ്പെയർ ചെയ്ത് അത് ചെയ്യുന്നുണ്ടെങ്കിൽ റിയലി നമുക്ക് അപ്പോൾ ആ ഒരു ലൈക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ തരുന്നത് അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. സീ യു ടുമോറോ. രാവിലെ 9 മണിക്ക് നമുക്കപ്പോൾ ലൈവ് സെഷൻ കാണാവുന്നതാണ്. ബൈ.